വൃത്തിയുള്ള നാടിനു വേണ്ടി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ അധ്വാനിക്കുന്ന കുറേ തൊഴിലാളികളുണ്ട് നമുക്കിടയിൽ. വഴിയോരത്തും പുഴയിലും എല്ലാം മാലിന്യം തള്ളുന്ന ഗുണ്ടാ സംഘങ്ങളോട് വരെ പോരടിക്കേണ്ടി വരുന്ന ശുചീകരണ തൊഴിലാളികൾ. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവരെ കയ്യോടെ പിടികൂടാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തൊഴിലാളികൾ രാത്രിയിൽ പോലും കാവലാണ്. മഞ്ഞും തണുപ്പും ദുർഗന്ധവും സഹിച്ച് ആമയിഴഞ്ചാൻ തോടിന് സമീപം കാവൽ നിൽക്കുന്ന ഇവരുള്ളതുകൊണ്ടാണ് ഇവിടം ഇത്രയെങ്കിലും വൃത്തിയായി കിടക്കുന്നത്. തിരക്കുകളൊക്കെ മാറി ഇരുട്ടുമാത്രം കൂട്ടിനുള്ള അർദ്ധരാത്രിയിൽ കണ്ണു കൂർപ്പിച്ചു നിൽക്കും പ്രദീപ് കുമാറും വിനോദും. മാലിന്യം തള്ളാനെത്തുന്നവരെ കണ്ടാൽ പിടിച്ചു നിർത്തും. പന്തികേട് തോന്നിയാൽ ബൈക്കെടുത്ത് പിന്നാലെ പായും. തെളിവുകൾ സഹിതം കുറ്റക്കാരെ നിയമത്തിന് മുന്നിലെത്തിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമ്മളുമായിട്ട് ഇന്ന് കോപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആളുകളൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ നൈറ്റ് നിന്നാൽ തന്നെ വന്ന് ഭീഷണിപ്പെടുത്തലാണ്. ഒരു മാഫിയ തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മുടെ പല ജീവനക്കാർക്കും അക്രമങ്ങൾ നേരിട്ടുണ്ട്. ഇപ്പോഴും കേസുകൾ തന്നെ നടക്കുന്നുണ്ട്. ബിയർ കുപ്പി വലിച്ചെറിയുക, പിന്നെ ദൂരെക്കൂട്ടി വന്നിരുന്നിട്ട് അസഭ്യം പറഞ്ഞിട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഒരു വടി പോലും കയ്യിലില്ലാത്ത ഇവർക്ക് മനോധൈര്യം മാത്രമാണ് കരുത്ത്. ചീത്തവിളി അഭ്യാസം പറഞ്ഞൊക്കെ പോവും. പിന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോയിട്ടുണ്ട് നമ്മൾ കയറി ഇടയ്ക്കൊക്കെ. ഒരാൾ കൊണ്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ അപ്പുറത്തേക്കുന്ന പുള്ളീനെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് സ്ക്വാഡിനെ വിളിച്ചറിയിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ പോലീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവർ വരാൻ താമസിക്കാൻ നമ്മൾ പോലീസിൻ്റെ സഹായം തരും. രാത്രി 8 മുതൽ രാവിലെ 6 വരെ ഈ നിൽപ്പും നടപ്പും തുടരണം. അക്രമകാരികളായ നായകളെക്കാൾ തെരുവിൽ ഇവർ പേടിക്കുന്നത് മനുഷ്യരെയാണ്. മാലിന്യം മണ്ണിൽ തള്ളാൻ മടിയില്ലാത്ത മാനസികാവസ്ഥയാണ്. നമ്മുടെ നാട് വൃത്തിയായി കിടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇവർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരും തൊഴിലെടുക്കുന്നവരുമാണ്. നന്ദി. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെപ്പോലെ തൊഴിലെടുക്കുന്ന എല്ലാ ജീവനക്കാർക്കും. പ്രേം ശശിയോടൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.